ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നും പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ടുള്ള ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ്. 1 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിന്. 1 കപ്പ് ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തണുത്ത പാലും എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും എടുക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നല്ലോണം ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് മധുരത്തിനായിട്ട് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ചൂടുള്ള പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. കോഫിയിൽ മുക്കിയിട്ട് വേണം നമുക്ക് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഇതുപോലെ നമുക്ക് ട്രേ മൊത്തം സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു സ്പൂണ് വെച്ച് ഇത് മൊത്തം ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ സെറ്റാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണം നമ്മളെ ബീറ്റ് ചെയ്ത ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്രീം മുഴുവനായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. മൊത്തം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഇതുപോലെ എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.